വ്യത്യസ്തങ്ങളായ വേഷങ്ങളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് എബ്രഹാം കോശി. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ തോതിൽ വൈറലായി മാറുന്നത്. തന്റെ സ്വന്തം തെറ്റ് മറച്ചുവെക്കാൻ മലയാളത്തിലെ ഒരു സൂപ്പർ താരം തന്നെ കുറ്റക്കാരനാക്കിയെന്നാണ് എബ്രഹാം കോശി പറയുന്നത്. എന്നാൽ തെറ്റുകാരൻ താനല്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ താരത്തിന്റെ പേര് വെളിപ്പെടുത്താനോ സിനിമ ഏതെന്ന് പറയാനോ അദ്ദേഹം തയ്യാറായില്ല. താരത്തിന്റെ തുറന്നു പറച്ചിൽ കേട്ട് നടുങ്ങിയിരിക്കുകയാണ് ആരാധകർ. ഒരു പടത്തിൽ നായകനെ പിടിച്ചുകൊണ്ടുപോയ ജീപ്പിൽ കയറ്റണം, പടവും ആർട്ടിസ്റ്റിനെയും പറയില്ല, അത് ശരിയല്ല. പിടിച്ചുകൊണ്ടു പോകുമ്പോൾ നമ്മൾ ബലം പിടിക്കേണ്ടതില്ല. നമ്മുടെ മുഖത്തും ശരീരത്തും ആ ടെൻഷൻ വരുത്തിയാൽ മതി. അവർ തന്നെ നടന്നു വന്നോളും. അതിന്റെ റിയാക്ഷൻ അവർ കാണിക്കും. അവർ ഡ്യൂട്ടി ചെയ്തോളും. നമ്മുടെ ഡ്യൂട്ടി ബലം പിടിക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുക മാത്രമാണ്. അങ്ങനെ പിടിച്ചുകൊണ്ടുവരുമ്പോൾ അയാളുടെ ഡയലോഗ് തെറ്റി. ആരും ഒന്നും പറഞ്ഞില്ല. റീടേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പുള്ളി എന്റെ നേരെ ചാടി. മര്യാദയ്ക്ക് പിടിക്കേണ്ടേ, ഇങ്ങനെയാണോ പിടിക്കേണ്ടത് എന്ന് ചോദിച്ചു. ഞാനങ്ങ് അയ്യടാ എന്നായിപ്പോയി. ആൾക്കാരുടെ മുന്നിൽ വെച്ച് പരസ്യമായിട്ടാണ്. പുതിയ താരമല്ല, പുതിയ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ മറുപടി തന്നേനെ. അത് അത്ര പഴക്കവുമല്ല, എന്ന പുതിയതുമല്ലാത്തൊരാളാണ്. നമ്മൾ എതിർ പറഞ്ഞാൽ അയാൾ ഇനി വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ കട്ട് ചെയ്തിട്ട് പോകത്തേ ഉള്ളൂ. ഞാൻ വളരെ വിഷമിച്ചു. ജോഷി സാറിന്റെ പടമാണ്. സാറിനെ എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ അത് ആ നടന് കുറച്ചിലാകും. ആ കോശി വന്ന് നിൽക്കെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മുടെ തോളിൽ തട്ടുന്നത് പോലൊരു ഡയലോഗാണ്. പേരെടുത്ത് വിളിച്ച് സാന്ത്വനപ്പെടുത്തുന്നത് പോലെയാണെന്നും അദ്ദേഹം പറയുന്നു. രണ്ടാമതും ആ ഷോട്ട് എടുത്തു. അതിനുശേഷം രണ്ടുപേർ വന്ന് ഇയാൾ വിഷമിക്കേണ്ട, തെറ്റുപറ്റിയത് അയാൾക്കാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെന്ന് പറഞ്ഞു. അയാൾക്ക് അയാളുടെ സ്റ്റാൻഡം സൂക്ഷിക്കണമെങ്കിൽ ഏതെങ്കിലും ഇര വേണം. അത് നിങ്ങളെയാക്കി എന്ന് അസോസിയേറ്റ് ക്യാമറാമാൻ പോലുള്ളവർ വന്ന് പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി. തെറ്റ് എന്റെ ഭാഗത്ത് നിന്നല്ലെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നുവെന്നും കോശി പറയുന്നു. അദ്ദേഹം ഇതൊന്നും ഗൗനിക്കാതെ മിടുക്കനായിപ്പോയി. എനിക്കത് വിഷമമായി. പുതുമുഖമാണെങ്കിൽ പോലും വിഷമം തോന്നും. 10-70 പടം ചെയ്ത ശേഷം ഈ അപമാനം നേരിടുക എന്ന് പറയുമ്പോൾ 100% ഉറപ്പാണ് തെറ്റ് എന്റെ ഭാഗത്തല്ലെന്ന്. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചിട്ടേയില്ല. പിടിക്കുന്നത് പോലെ കാണിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഡയലോഗ് തെറ്റിപ്പോയി. തിരിച്ച് തന്റെ തലച്ചോറ് കക്ഷത്തിലാണോ എന്ന് ചോദിച്ചാൽ നാണം കെട്ടേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നാലെ സോഷ്യൽ മീഡിയ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. കോശി പറഞ്ഞ സൂപ്പർ താരം ആരാണെന്നാണ് സോഷ്യൽ മീഡിയ തേടുന്നത്. കമന്റുകളിൽ കൂടുതലും ആ താരം ദിലീപ് ആണെന്നാണ് പറയുന്നത്. കോശി പറഞ്ഞതുപോലൊരു സീൻ റൺവേയിൽ ഉണ്ടെന്നും അത് ദിലീപ് തന്നെയാണെന്നുമാണ് ചിലർ പറയുന്നത്. ദിലീപ് അല്ലേ? റൺവേ മൂവി ജോഷി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളെയും പടവും എല്ലാവർക്കും പിടികിട്ടി. ആ നടൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്, ചക്രശ്വാസം വലിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കമന്റുകൾ. 2004 ദിലീപ്, കാവ്യ നായകന്മാരായി ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു റൺവേ. ഹരിശ്രീ അശോകൻ, മുരളി, ഇന്ദ്രജിത്ത് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയിരുന്നു. ഈ ചിത്രത്തിന്റെ 2ാം ഭാഗവും പ്രഖ്യാപിച്ചിട്ടുണ്ട്.